ശിഖ. പെട്ടെന്നുള്ള വിളി കേട്ട് ഞാനും ദേവേട്ടനും വാതിൽക്കലേക്ക് നോക്കി. അർജുൻ. അവനെ കണ്ടതും എൻ്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. ശിഖ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? അവൻ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. അതെന്താ അർജുൻ അങ്ങനെ ചോദിച്ചത്? ഹാ, ഭാഗ്യം, അപ്പം മറന്നിട്ടില്ല. ഞാൻ പതിയെ ദേവേട്ടനെ നോക്കി. ആ മുഖം ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. അല്ല അർജുൻ, താനെന്താ ഇവിടെ? എൻ്റെ ഫ്രണ്ട് ഇവിടെ ആക്സിഡൻ്റ് ആയി കിടപ്പുണ്ട്. അവനെ കാണാൻ വന്നതാ. റൂം അറിയില്ല. നോക്കി വന്നപ്പോഴാ തന്നെ ഇവിടെ കണ്ടത്. അല്ല, തനിക്കെന്ത് പറ്റി? അത് അർജുൻ, പനിയാ. ഞാനൊന്ന് മടിച്ചു പറഞ്ഞു. തൻ്റെ പഴയ പേടിപ്പനിയാണോ? അവനത് ചോദിച്ചതും ഞാൻ പതിയെ ദേവേട്ടനെ നോക്കി. ദേവേട്ടൻ നല്ല കലിപ്പിലാണ്. എടോ, ഒന്നുമില്ലെങ്കിൽ താനൊരു ഡോക്ടറല്ലേ? ഇത്രയുമായിട്ടും തൻ്റെ പേടി ഇതുവരെ മാറിയില്ലേ? കഷ്ടം. അത് പിന്നെ ഞാൻ മതി കടന്ന് ചമ്മണ്ട. ആ, തനിക്ക് നമ്മൾ ലാസ്റ്റ് കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ആ, സാന്ദ്രയുടെ കല്യാണത്തിനല്ലേ? അപ്പോൾ ഓർമ്മയുണ്ട്. അന്ന് ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. താനന്ന് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായതും ഞാൻ ദേവേട്ടനെ വീണ്ടും നോക്കി. എന്നാൽ ആ കണ്ണുകൾ നേരത്തെ തന്നെ എന്നിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഞാൻ വേഗം തന്നെ നോട്ടം പിൻവലിച്ചു. അർജുൻ, അത് തന്നെ അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ വെച്ച് കണ്ടത് ചോദിക്കുവാണെന്ന് കരുതരുത്. വിൽ യു മാരി മീ? പെട്ടെന്നുള്ള അവൻ്റെ ആ ചോദ്യം കേട്ട് ഞാൻ ഒന്ന് ഞെട്ടി ദേവേട്ടനെ നോക്കിയപ്പോൾ കൈ ചുരുട്ടി നിവർത്തുന്നത് കണ്ടു. ചിലപ്പോൾ അവനിട്ടൊരെണ്ണം കൊടുത്തെന്നും വരാം. എനിക്കാകെ പേടിയായി. അർജുൻ, അത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നേഴ്സ് കയറി വന്നു. എന്താ സിസ്റ്റർ? ദേവേട്ടൻ നല്ല കലിപ്പിലാണ് ചോദിച്ചത്. അത് സർ, മാഡത്തിനെ അവിനാഷ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. അതും പറഞ്ഞ് ഡിസ്ചാർജ് സമ്മറി ദേവേട്ടനെ ഏൽപ്പിച്ച് അവർ പോയി. ദേവേട്ടൻ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ശിഖ, താൻ അമ്മയെ വിളിച്ചു പറ ഇങ്ങോട്ട് വരണ്ടാന്ന്. നമുക്കിപ്പം തന്നെ ഇറങ്ങാം. ഞാനൊന്ന് അവിനാഷിനെ കണ്ടിട്ട് വരാം. എന്നോട് സംസാരിച്ചപ്പോഴും ആള് നല്ല കലിപ്പിലാണ്. ശിഖ, ഇതാരാ? തൻ്റെ ബ്രദറാണോ? ദേവേട്ടന് അതുകൂടി കേട്ടപ്പോൾ നല്ല ദേഷ്യം വന്നു. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ അത് പതിയെ കൺട്രോൾ ചെയ്തു. സോറി, ഇവളെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളിവിടെ നിൽക്കുന്നത് കണ്ടില്ല. ഞാൻ അർജുൻ, ഡോക്ടറാണ്. ഇപ്പം ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. ഞാനും ശിഖയും +2 തൊട്ട് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. മെഡിസിനും ഒരുമിച്ചായിരുന്നു. അതും പറഞ്ഞ് അവൻ ദേവേട്ടന് നേരെ കൈ നീട്ടി. ഞാൻ വിഷ്ണുദേവ്. ഞാനും ഡോക്ടർ തന്നെയാണ്. ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും. ഓ, അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ഫീൽഡാണല്ലേ? വിഷ്ണു ശിഖയുടെ ബ്രദറാണോ? ഇങ്ങനെ ഒരാളെ പറ്റി ഇവൾ പറഞ്ഞു കേട്ടിട്ടില്ല, അതാ ചോദിച്ചത്. ഐ എം നോട്ട് ഹെർ ബ്രദർ, ഷീസ് മൈ വൈഫ്. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി എന്നെ നോക്കിയതും ഞാൻ അതേ എന്ന് തലയാട്ടി. യോ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ. ഐ എം സോറി. അതും പറഞ്ഞ് അവൻ വേഗം പുറത്തേക്ക് പോയി. അവൻ പോയതും ദേവേട്ടൻ്റെ നോട്ടം വീണ്ടും എന്നിലേക്കായി. മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. എന്നെ ജീവനോട് കിട്ടിയാൽ ഭാഗ്യം. ഡി, ആരാ അത്? അത് പിന്നെ ദേവേട്ട. എന്താടി, നിനക്ക് വിക്കുണ്ടോ? എൻ്റെ ദേവി, ഇങ്ങനെ നല്ല കലിപ്പിലാണല്ലോ. ഇനി എന്ത് ചെയ്യും? അത് അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, അർജുൻ, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനാ. നിന്നോട് ഞാൻ പോകും മുമ്പേ ചോദിച്ചതല്ലേ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോയെന്ന്. അത് ദേവേട്ട, ഞാൻ ചോദിച്ചോ ഇല്ലയോ? ചോദിച്ചു. നിനക്ക് പേടിയുള്ള കാര്യം എന്താടി അപ്പം പറയാഞ്ഞത്? വഴിയെ പോണവർക്ക് എല്ലാവർക്കും അറിയാം അവളുടെ പേടിയെക്കുറിച്ച്. എന്നോട് പറയില്ല. ദേവേട്ടൻ്റെ ഓരോ വാക്കിലും ദേഷ്യം നിറഞ്ഞു നിന്നു. പിന്നെ ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. അപ്പോഴേക്കും എൻ്റെ കണ്ണിൽ നനവ് പടർന്നിരുന്നു. ഫ്ലാറ്റിലേക്കുള്ള യാത്രയിലുടനീളം ഞങ്ങൾക്കിടയിൽ മൗനം തന്നെയായിരുന്നു. ദേവേട്ടൻ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അത് കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയോ നോവ് പടർന്നു. പിന്നെ ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചു. ശിഖ. ദേവേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. എന്തോ ശബ്ദത്തിൽ നേരത്തെ കണ്ട ദേഷ്യമില്ല. എന്താ ദേവേട്ട? എടോ, തൽക്കാലം അവർ പോകുന്നത് വരെ താൻ എൻ്റെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേ. നമ്മൾ 2 മുറിയിലാണ് കിടക്കുന്നതെന്ന് അവരെ അറിയിക്കേണ്ട. ചിലപ്പോൾ വിഷമമാവും.
ഉം. ഞാൻ വേറൊന്നും പറയാതെ വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. എടോ, ദേവേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇത്രയും നേരം ദേവേട്ടൻ്റെ തോളിലാണ് തല വെച്ചതെന്ന്. ഞാൻ വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി ഫ്ലാറ്റിലേക്ക് നടന്നു. ഫ്ലാറ്റിലേക്ക് എത്തിയതും ഞാൻ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. മതി മതി, ഇനി കുളിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ദേവേട്ടൻ്റെ മുറിയിലേക്ക് നടന്നു. ടവലെടുത്ത് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡ്രസ്സ് എടുക്കാതെയാണ് വന്നത് എന്നോർത്തത്. എൻ്റെ ദേവി, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഡ്രസ്സെല്ലാം അപ്പുറത്തെ മുറിയിലല്ലേ, എങ്ങനെ അതൊന്ന് എടുക്കുക? ആ വിച്ചുവിനെ വിളിക്കാം. അപ്പോഴാണ് ഫോൺ ബെഡിൽ കിടക്കുവാണല്ലോ എന്ന് ഓർത്തത്. ഞാൻ ആ ടവല് ചുറ്റി. എന്നിട്ട് വാതിൽ തുറന്ന് പതിയെ തല വെളിയിലേക്കിട്ട് നോക്കി. ഹാവൂ, ഭാഗ്യം, ദേവേട്ടനില്ല. ഞാൻ വേഗം പുറത്തേക്കിറങ്ങി കട്ടിലിൽ നിന്ന് ഫോൺ എടുത്ത് തിരിഞ്ഞതും ദേ നിൽക്കുന്നു ദേവേട്ടൻ. ദേവേട്ടനെ കണ്ടതും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. എൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. എന്നെ ആ കോലത്തിൽ കണ്ടിട്ട് ദേവേട്ടൻ വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. നീ എന്താടി ഈ കോലത്തിൽ വല്ല ഫാഷൻ ഷോയും ഉണ്ടോ? അത് ദേവേട്ട, എൻ്റെ ഡ്രസ്സെല്ലാം ആ മുറിയിലാണ്. ഞാൻ അത് ഓർക്കാതെ കുളിക്കാൻ കയറിയത്. അപ്പോൾ നീ ഇട്ട ഡ്രസ്സോ? നിനക്കതിട്ടിറങ്ങിയാൽ പോരായിരുന്നോ? അത് ദേവേട്ട, അത് ഞാൻ ബക്കറ്റിൽ നനച്ചു വെച്ചു. ഒന്ന് മൂളിയതിന് ശേഷം മീശ വിരിച്ച് ദേവേട്ടൻ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എനിക്കാണേൽ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ദേവേട്ടൻ എൻ്റെ അടുത്തെത്തിയതും ഞാൻ വേഗം തന്നെ കണ്ണടച്ചു. കുറേ നേരം കഴിഞ്ഞിട്ടും അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് കണ്ണു തുറന്നപ്പോൾ ദേവേട്ടനെ കണ്ടില്ല. അപ്പോഴാണ് അലമാര തുറക്കുന്ന ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ ദേവേട്ടൻ. ഇന്നാ ഇതിട്ടോ. ദേവേട്ടൻ എനിക്ക് നേരെ ഒരു ചുരിദാർ നീട്ടി. ഞാൻ അത് വാങ്ങി ദേവേട്ടനെ തന്നെ നോക്കി നിന്നു. എന്താടി, നീ ഡ്രസ്സ് മാറുന്നില്ലേ? ഇങ്ങനെ തന്നെ നിൽക്കാൻ പോകുവാണോ? ഞാൻ വേഗം തന്നെ അതുമായി ബാത്റൂമിൽ കയറി ഡ്രസ്സിട്ട് പുറത്തിറങ്ങിയപ്പോൾ ദേവേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയതും ദേവേട്ടൻ ബാത്റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. ദേവേട്ട, ഞാൻ പതിയെ വിളിച്ചു. ഈ ഡ്രസ്സ് ഇതെവിടുന്നാ? സാധാരണ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നത് എവിടുന്നാ? അവിടുന്ന് തന്നെ. എന്താ? അതല്ല, ദേവേട്ടൻ്റെ അലമാരയിൽ എങ്ങനെയെന്നാ ചോദിച്ചത്. ഞാൻ നിന്റെ ചേച്ചിക്ക് വേണ്ടി വാങ്ങി വെച്ചതാ കല്യാണത്തിന് മുന്നേ. എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിരുന്നു. അത്രയും പറഞ്ഞ് ദേവേട്ടൻ ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്ന് ദേവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. ദേവേട്ടന് ഇപ്പോഴും ചേച്ചിയാണ് സ്നേഹിക്കുന്നത് എന്ന് എൻ്റെ മനസ്സിൽ കിടന്ന് ആരോ പറഞ്ഞു. ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി മുറുകെ പിടിച്ചു. എന്തോ എനിക്കതിൽ ഒരവകാശവുമില്ല എന്നൊരു തോന്നൽ. ശിഖ, ദേവേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത്. എന്ത് പറ്റിയത് എനിക്ക്? ഒന്നുമില്ല ദേവേട്ട. പിന്നെ എന്താ തൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? അത് കണ്ണിലെന്തോ പോയി. എവിടെ നോക്കട്ടെ? വേണ്ട, അത് പോയി. ശരി, താൻ കുറച്ചു നേരം കടന്നു. ദേവേട്ടൻ പോയതും ഞാൻ പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരുന്നു. എനിക്ക് കിട്ടിയ ഈ ജീവിതം അത് ചേച്ചിക്ക് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ദേവേട്ടനെ പിരിയാൻ പറ്റുന്നില്ല. ഓരോന്നും ആലോചിച്ച് ഉറങ്ങിപ്പോയി. രാത്രി അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ചപ്പോൾ കുറച്ച് കഴിച്ചു. വീട്ടിൽ ചെന്ന് കിടന്ന് എന്തുകൊണ്ടോ ദേവേട്ടനെ കാണുമ്പോൾ എനിക്ക് ചേച്ചിയെ ഓർമ്മ വരാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തിരിച്ചുപോയി. വീണ്ടും ഞാനും ദേവേട്ടനും മാത്രമായി. ഞാൻ എൻ്റെ ആ പഴയ മുറിയിലേക്ക് വീണ്ടും മാറി. ദേവേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ടോ അവകാശമില്ലാത്തത് കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെയായിരുന്നു എനിക്ക്. ദേവേട്ടന് ഇപ്പോഴും ചേച്ചിയെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചിലപ്പോൾ ഒരധികപ്പറ്റായിരിക്കും. എൻ്റെ മുറിയിലെത്തിയതും അതുവരെ അടക്കി പിടിച്ചതെല്ലാം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. എനിക്ക് ദേവേട്ടനെ കൈവിട്ടു പോകുവാണെന്ന് തോന്നി. ദേവേട്ടനിലോട്ട് അടുക്കുംതോറും ഞാൻ അകലാൻ തുടങ്ങി. പിന്നീടങ്ങോട്ട് ഞാൻ ദേവേട്ടനിൽ നിന്ന് അകലം പാലിച്ചു. ദേവേട്ടൻ്റെ മുന്നിലേക്ക് പോകാതെയായി. എപ്പോഴും മുറിയിൽ തന്നെ അടച്ചിരിപ്പായി. ഇതൊക്കെ ദേവേട്ടൻ കാണുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല. ദേവേട്ടൻ്റെ മൗനം അതെന്നെ ഏറെ വേദനിപ്പിച്ചു. ശിഖ,
അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ദേവേട്ടൻ അങ്ങോട്ട് വന്നത്. ഞാൻ അനങ്ങാതെ നിന്നു. ശിഖ, ദേവേട്ടൻ വീണ്ടും വിളിച്ചതും ഞാൻ തിരിഞ്ഞു നിന്ന് എന്തെന്ന ഭാവത്തിൽ നോക്കി. എടോ, തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? താനിപ്പോൾ മിണ്ടാറില്ലല്ലോ, എന്താ? തനിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല, ദേവേട്ടന് വെറുതെ തോന്നുന്നതാ. താൻ വെറുതെ കള്ളം പറയണ്ട. ഒന്നുമില്ലെന്ന് തൻ്റെ മുഖം കണ്ടാ അറിയാം. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ദേവേട്ട, എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ പറഞ്ഞത് കേട്ട് ദേവേട്ടൻ ഞെട്ടി. എന്താ? നിനക്ക് ഡിവോഴ്സ് വേണമെന്നോ? അതിനു മാത്രം ഇപ്പം എന്തോ ഉണ്ടായത്? ഞാൻ നിന്നോട് മോശമായി പെരുമാറിയോ? നിന്റെ അടുത്ത് ഭർത്താവിൻ്റെ അധികാരം ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇല്ല, ദേവേട്ടനൊന്നും ചെയ്തില്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം ദേവേട്ടൻ തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദേവേട്ടനെ. ആദ്യമൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയി. അത്രയും പറഞ്ഞതും എൻ്റെ കണ്ണ് നിറഞ്ഞു. അതിന് നീ എന്തിനാ ഡിവോഴ്സ് ചോദിക്കുന്നത്? ഇഷ്ടം ഒരാൾക്ക് മാത്രം തോന്നിയത് കൊണ്ട് കാര്യമില്ല. ദേവേട്ടന് ഇപ്പോഴും ചേച്ചിയല്ലേ ഇഷ്ടം? അന്ന് ദേവേട്ടൻ എനിക്ക് നേരെ ചേച്ചിക്ക് വാങ്ങി ഡ്രസ്സ് വെച്ച് നീട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ജീവിതവും ചേച്ചിക്ക് കിട്ടേണ്ടതല്ലേ, അതിലെനിക്ക് ഒരവകാശവുമില്ല. ഈ താലി പോലും ദേവേട്ടൻ ചേച്ചിക്കായി വാങ്ങിയതാണ്. എനിക്കൊരവകാശവുമില്ലാത്ത ഈ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കും? ദേവേട്ടൻ പോലും ഭാര്യയായി ചേച്ചിയല്ലേ കാണുന്നത്. ദേവേട്ടനിൽ എനിക്കെന്താ അവകാശം? അത്രയും പറഞ്ഞതും ദേവേട്ടൻ്റെ കൈ എൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. നിനക്കെന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കണം, അല്ലാതെ എല്ലാം മനസ്സിലിട്ട് നടന്നിട്ട് ഓരോന്ന് സ്വയം ആലോചിച്ച് കൂട്ടരുത്. അവൾക്ക് ഡിവോഴ്സ് വേണം പോലും. അത്രയും പറഞ്ഞ് ദേവേട്ടൻ മുറിയിലേക്ക് പോയി. എനിക്കറിയാം പറഞ്ഞത് കൂടിപ്പോയെന്ന്, പക്ഷേ ദേവേട്ടൻ്റെ മനസ്സിൽ ഞാനില്ല. ഞാൻ വേഗം മുറിയിലേക്ക് പോയി കട്ടിലിൽ കിടന്ന് കുറേ കരഞ്ഞു. ഇപ്പോഴും ദേവേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് തുറന്നു പറഞ്ഞില്ല. അതെന്നെ ഏറെ വേദനിപ്പിച്ചു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. എന്തുകൊണ്ടോ ഞാൻ പോയി നോക്കിയില്ല. കുറച്ചു കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി.